ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ, എന്താണെന്നുള്ളത്. അപ്പോൾ പൈൻ്റെയൊക്കെ ഏകദേശം തീരുമാനമായി വാതിൽ കട്ടിലേ കണ്ടോ, ഈ ഒരു കളറാട്ടോ നമ്മൾ അടിച്ചത് ജനാലക്കൊക്കെ. പക്ഷേ വേറെ അപ്പുറത്തെ സൈഡൊക്കെ വേറെ കളറാണ് കേട്ടോ, ഈ മുൻഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കളറ്. അങ്ങനെ പൈൻ്റെയൊക്കെ ഏകദേശമായി. ഇന്നത്തെ വീഡിയോ ഓൻ ഗൾഫിൽ നിന്ന് വന്ന പിറ്റേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അന്ന് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിനി, പക്ഷേ പിന്നെ അത് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇൻട്രോ ഒന്നും കൊടുത്തിട്ടില്ല, ഇനി എഡിറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസമായി അതങ്ങനെ ഗാലറി കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇന്ന് അത് ഇടാം. അപ്പം അതിന് എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വന്ന പിറ്റേന്ന് ഐസമ്മോള് വന്നിങ്ങനെ ചെവി വന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കട്ടെ. അപ്പം അടുത്ത് നെയ്ച്ചോന്ന് ഇന്ന് ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കണ്ട് ഇങ്ങനെ സ്വീപ്പാക്കുക. അപ്പോൾ ഐസമ്മോള് അന്ന് എന്ത് കാട്ടിയാരോ, പിറ്റേന്ന് മോനറിയണ ആങ്ങൾ കേട്ടോ, വന്ന പിറ്റേന്ന് ഓള് ഷെമിൻ്റെ ഇപ്പോൾ വായക്കാട്ടിക്ക് പോയിട്ടോ. രാവിലെ തന്നെ ഓള് പോയി. അപ്പോൾ ഓള് പോയത് അങ്ങനെ കുറച്ച് എടുത്തിനി. അപ്പോൾ അത് മുതലാണ് കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ അതൊന്ന് ആദ്യം കണ്ടിട്ട് വരിട്ടോ. അപ്പോൾ അതാ ഷെമി പോവാന്നാണ്. അപ്പോൾ ഓള് മാറ്റി ഒരുങ്ങി പോവാട്ടോ. അപ്പോൾ ഷെമി വേഗം കുളിപ്പിച്ച് തന്നാളെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞാണ്ട് ഞാൻ ഓളോണ്ട് കുറേ പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പെണ്ണും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓളോണ്ട് കുറേ ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓള് കേൾക്കണില്ല കേട്ടോ. ഓക്ക് ഷെമി പോകണ കണ്ടപ്പോൾ പോകണം. മുടി നഞ്ഞതായതുകൊണ്ട് മുടി കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, 2 കുഞ്ഞുറുക്കിയൊക്കെ വെച്ച് കൊടുത്തിക്കണ്. അപ്പോൾ മോനോട് ഇതാ പോണതൊക്കെ പറയാം കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാട്ടോ പോണത്. അപ്പം അങ്ങനെ ഓള് പോവാൻ ഒരുങ്ങി. ഇന്നെ 2 തല്ലൊക്കെ തച്ചാണ്ടാട്ടോ പോണത്. ഷെമി മോനില്ലേ ഉമ്മാനോട് പറയുന്ന പറഞ്ഞേന് ഇന്നെ തച്ച് പോവാട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇതാ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് സാധനങ്ങളും അരിയലും പിടിക്കലൊക്കെയാണ് കേട്ടോ പണി. അപ്പം അമ്മായിയും വന്നിക്കണം കേട്ടോ. അമ്മായി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് മൊത്തത്തിലൊരു ചടപട ദിവസം കേട്ടോ. അതാ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഫുള്ള് സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ കൂടി കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സാധനം അങ്ങനെ ഉണ്ടാക്കണമുണ്ട്. പിന്നെ ഉമ്മ പണിക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പണിക്കാരുള്ളപ്പോൾ നേരത്തെ ആവണമല്ലോ സാധനങ്ങൾക്ക്. 12 മണി ആകുമ്പോഴത്തേനും ഒരു ഭക്ഷണം കഴിക്കും. അപ്പോൾ അപ്പോഴത്തേനും ആവും വേണം. അപ്പോൾ അപ്പോഴത്തേനുള്ള ഉണ്ടാക്കലും തിരക്കൊക്കെ ആണ് ഈ കാണുന്നത്. ഒരെളുപ്പത്തിൽ കോഴി പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മൊത്തത്തിലൊരു ചടപട. ഇനി പൊണ്ണു വന്ന് കുട്ടികളും വന്ന് അങ്ങനെ ഫസ്റ്റ് നമ്മളിതാ പണിക്കാർക്ക് ചോറൊക്കെ ചോറ് വിളമ്പിയപ്പോൾ നമ്മളെ കടായി അടുപ്പത്താണ് കേട്ടോ ആക്കിക്കൊണ്ട് നിൽക്കണുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ പണിക്കാർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ചോറുന്നായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉള്ളതിനോട് തന്നെ ടേബിളില്ലല്ലോ, ടേബിളൊന്നും അകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നിലത്ത് വെച്ചിട്ടാട്ടെ തിന്നണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ നോക്കിക്കാണ്. പൊണ്ണും അമ്മായും പിന്നെ അമ്മേൻ്റെ അമ്മയൊക്കെയാണ് കേട്ടോ നിൽക്കണത്. വർത്താനത്തിലാണ്, എല്ലാവരും വർത്താനത്തിൽ. അങ്ങനെ പിന്നെ ചോറുന്നാ ഇരുന്ന് കേട്ടോ. നിലത്തായതുകൊണ്ട് നമുക്ക് എത്ര ആൾക്കാർക്ക് ഇരിക്കട്ടോ, തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. പെട്ടി പൊട്ടിക്കട്ടോ. പെട്ടിയിലൊന്നുമില്ല, അവൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലേ പൊണ്ണു. എൻ്റെ ഐസമോളില്ല കേട്ടോ. ഐസമോക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞല്ല എനിക്ക് ഇരല്ലച്ച് പൊട്ടിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നന്ന് പൊട്ടിച്ചന്ന് പൊട്ടിമോ കേറിനെയൊക്കെ ഞങ്ങളെ കമ്പനിയിലെ സാധനം പെട്ടി നോക്കാനോ. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടിട്ട്? നമ്മളെ ഷുണ്ടിരി പെണ്ണിന് എന്താ വേണ്ടിയത്? ഭൗതിയാണോ? തേങ്ങ വേണോ? തേങ്ങ നോക്കണെങ്കി അങ്ങനെ പിന്നെ പൊട്ടിക്കലും ചടപട സൗണ്ടൊക്കെ കഴിഞ്ഞ് ഓല് പോവാൻ കേട്ടോ. പെണ്ണും കുട്ടികളും പോവാണ്. ഐസമ്മോള് വരും കരുതിക്കാണ്ട് ഓല് കുറേ നേരം നിന്ന് കേട്ടോ. ഷെമി ഇപ്പോഴും വരാമെന്ന് പറഞ്ഞ് പോയതേനി. പക്ഷേ ഷെമി എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ മഗ്‌രിബൊക്കെ ആവാനായപ്പം പിന്നെ ഇവര് പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ പെട്ടി വേഗം പൊട്ടിച്ചത്. ഐസമോള് വന്നിട്ട് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ വേഗം പൊട്ടിച്ചിട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും പോയി. പെട്ടി പൊളിക്കലും സാധനമൊക്കെ കൊണ്ടുപോയി. ഐസമോക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. ഐസമോള് അവിടെയാണ്. പിന്നെ ഓള് വരുന്നത് രാത്രിയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം നല്ല മഴയും കാറ്റും ഇതൊക്കെ ആയിട്ട് കറണ്ടും ഇല്ല. കറണ്ടും പോയി. ഇരുട്ടത്തുണ്ട് ഇവള് ഷെമി ഇവളെ കൊണ്ടുവന്നാക്കിയാൽ ഓള് ഉറങ്ങീന് കേട്ടോ. അപ്പോഴത്തേനും വൈകുന്നേരം വിളിച്ചിന് കേട്ടോ. ബേബി വീഡിയോ കോൾ ചെയ്തിനി. അപ്പോൾ എനിക്ക് സങ്കടമായിട്ടോ അതിനെ കണ്ടപ്പോൾ.
ഇപ്പോൾ കുറേ ആയാലേ ഞങ്ങൾ രണ്ടാളും അങ്ങനെ മാറിക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് സങ്കടമായിട്ടോ. പിന്നെ നസമോളെ കാണാൻ അവളെന്നോ ഇങ്ങനെ പറയുന്നുണ്ട് നസമോളെ കാണാനേ പറഞ്ഞിട്ട്. അപ്പോൾ നസമോള് വന്നും ചെയ്തിനി. നസമോള് പോയാരെയാണ് പിന്നെ അവള് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ അടങ്ങാം. ക്ഷമ ഇപ്പോൾ കൊണ്ടുവന്നാക്കി തരാമെന്ന് കൊണ്ടുപോയതാട്ടോ. ഞാൻ ഉച്ചയാകുമ്പോഴത്തേനും വരാം, അപ്പോഴത്തേനും അവളെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയത്. ഇനി പിന്നെ വന്നില്ല, അവളെ കൊണ്ടുവന്നതും ഇല്ല. പിന്നെ ഓളെ കൊണ്ടുവന്നപ്പോഴത്തേനും ഓല് പോവുകയും ചെയ്ത്. അടി പിന്നെ എനിക്ക് ആകെ സങ്കടമായി. ഇവളിങ്ങനെ നെലോളിച്ച് വീഡിയോ കോൾ ചെയ്തപ്പോൾ അടി ഞാനും കുറേ നെലോളിച്ചൊക്കെ ചെയ്തിട്ടാന്ന്. പിന്നെ എനിക്കതോ പോലായി. അപ്പോൾ ഇപ്പോൾ ഇവള് ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നത്തെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോയി വീഡിയോ ഒന്നും എടുത്തില്ല. അന്ന് എല്ലാവരും ഉള്ള ഒരു ദിവസേന കേട്ടോ. നല്ല രസേന കേട്ടോ. ഫുള്ളും എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ എല്ലാവരും ഉള്ളൊരു ദിവസേന. പിന്നെ ഓലൊക്കെ വൈകുന്നേരമായപ്പോൾ പോയി. പിന്നെ അമ്മേൻ്റെ അമ്മ ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അമ്മായിയും പൊണ്ണും ഓലൊക്കെ വൈകുന്നേരമായപ്പോൾ പോയി. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങൾ. ഇതാ പൈൻ്റടിയൊക്കെ ഏകദേശം പൈൻ്റടി കഴിഞ്ഞിട്ടോ. ഫില്ലറൊക്കെ ഇതാ നമ്മളിവിടെ ടൈലൊട്ടിക്കാനും വേണ്ടിയിട്ട് പൈൻ്റ് അടിക്കാതെ അങ്ങനെ വെച്ചിനി. അതൊക്കെ ഫുള്ള് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ടൈലൊക്കെ എന്നാ കാലം എഴുതിക്കട ഇനിയിപ്പോൾ ഒട്ടിക്കൊന്ന് വേണ്ട എഴുതിക്കടങ്ങട്ട് അടിച്ചിട്ടോ. അങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞ് ഇനി അപ്പോക്സി ഇടലും കൂടിയാണ് കഴിഞ്ഞാൽ സമാധാനമായി. നമുക്ക് ഫുൾ സാധനം അകത്തേക്ക് ഇടട്ടോ, എടുത്തിടാം. അപ്പം ഇന്നോല് വന്നീനി, അപ്പോക്സിക്കാരിന്ന് വന്നീനി കേട്ടോ. കുറച്ച് ഓല് ചെയ്തു പോയി. ഇനി നാളെ വരുമോയെന്ന് അറിയില്ല. അപ്പം വേഗം വന്ന് തീർത്ത് തന്നാൽ സുഖമായി, നമുക്ക് സാധനമൊക്കെ അകത്തേക്ക് ഇടേനി. പിന്നെ അതേപോലെ ഓൻ്റെ റൂമിൽ പെണ്ണിനെ കൊണ്ടുവരാനും ഓൻ്റെ റൂമിൽ അലമാര ഉണ്ടാക്കലും കർട്ടൻ വെക്കലൊക്കെ ഓൻ്റെ റൂം മാത്രം കേട്ടോ. അവിടെയും പണിയുണ്ട്. ഓലിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലമാറിൻ്റെ ആൾക്കാരൊക്കെ ഓലൊക്കെ അളവെടുത്ത് പോയിക്കണ്. അപ്പോൾ ഓല് എലക്ഷൻ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി പണികൾ തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് പണി തന്നെയാണ്. ഇപ്പോഴൊന്നും അടുത്തൊന്നും തീരും തോന്നുന്നില്ല കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ ഏറെക്കുറെ തീർന്നു കേട്ടോ. ഇപ്പോൾ പൈൻ്റടിയും കഴിഞ്ഞ് 3 ദിവസം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞും തോന്നുന്നുണ്ട് കേട്ടോ. ഓല് വരൽ തുടങ്ങിയിട്ട് തറയും ഫുള്ളും എല്ലോടും അടിച്ചിട്ട് ഒറ്റക്കോട്ട അടിച്ചിട്ടുള്ളൂ. എന്നാലും എല്ലോടും അടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ട് ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.